ദൈവം നമ്മുടെ മുമ്പിൽ കൊണ്ട് എന്തായാലും കൊണ്ട് തരുമല്ലോ. അതും ശരിയാണ്. അത് ശരിയാ, അത് ശരിയാ, അതും ശരിയാണ്. അത് ശരിയാ. അതെ അതെ അതെ, അത് ശരിയാ. ഏർപ്പിടയോ, ഞാനെവിടെയെന്ന് പറഞ്ഞോളൂ. എടാ എന്റെ ഫ്ലേട്ടിംഗ് സ്കിൽസ് എല്ലാം പോയടാ. കപ്പലാർമയിൽ ഓടിയത്. സമയത്തിയടാ, സമയത്തിയടാ എന്റെ. എടാ ഞാൻ എന്ത് പറയൂടാ. എനിക്ക് പെണ്ണും സെറ്റായി, കോച്ചിന്റെ പെണ്ണും പോയി. ലെറ്റ്സ് ഗോ. വാസണ്ണ, ആ ദർശന. എന്തായാലും ഇപ്പൊ അവരവിടെ സംസാരിക്കില്ലേ, ഇപ്പൊ നമുക്ക് സംസാരിക്കാം. ആ ഓ ദർശന വാ. വാസണ്ണ, ഈ നാട്ടുകാര് പലതും പറയും. ഇപ്പൊ നാട്ടുകാര് പറഞ്ഞ് നമ്മൾ ഒരാളെ പറ്റി ഇങ്ങനെ ജഡ്ജ് ചെയ്യാൻ പാടില്ല. ഇല്ല പാടില്ല. അപ്പൊ വാസുണ്ണന് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ അത് വാസുണ്ണൻ പറയണം. ആ, രഹസ്യം രഹസ്യം രഹസ്യം. രഹസ്യം. ആ കുട്ടി, രഹസ്യങ്ങളൊന്നുമില്ലാത്ത ഒരു ഓപ്പൺ പുസ്തകമാണ് ഞാൻ. എന്നെ ആർക്ക് വേണമെങ്കിലും വായിക്കാം. അതാണ് എൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അങ്ങനെ ഓപ്പൺ ആവില്ലെന്നല്ലേ എന്നോട് മുമ്പ് ഉപദേശിച്ചത്. അല്ല, അങ്ങനെ പെട്ടെന്ന് പരിചയപ്പെടുന്നവരോട് ഓപ്പൺ ആവാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായോ? ആ ഓക്കെ ഓക്കെ. ഇത് അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഇത് പറയണ കാര്യം മനസ്സിലാക്ക്. ഇപ്പൊ കുട്ടിക്ക് എന്നെ പറ്റി എന്തെങ്കിലും ആരെങ്കിലും വഴി അറിയണമെന്ന് വിചാരിച്ചോ? ഞാൻ ഉടനെ വാസുണ്ണനെ വിളിച്ചു ചോദിക്കും. അത്രേ ഉള്ളൂ. അപ്പൊ എന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്റെ ഉണ്ടോ, എല്ലാത്തിന്റെ തെളിവ് എന്റെ ഉണ്ട്. എന്റെ പേരിൽ നമ്മളെ നാലാൾ അറിയുമ്പോ ഉണ്ടല്ലോ, നാട്ടില് എന്ത് ചെയ്തിട്ടും ഗുണം പിടിക്കാത്ത ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള കുറെ നായ്ക്കള് നമ്മളെ എടുത്ത് വെച്ച് പണിയും, മനസ്സിലായ? നമ്മുടെ പേരും നമ്മുടെ കാര്യങ്ങളും അതിനകത്ത് വരുമ്പോഴേ അവർക്ക് എന്തെങ്കിലും നാലാൾ അവരെ അറിയുള്ളൂ. അപ്പൊ അവരെന്ത് ചെയ്യും? മാങ്ങയുള്ള മാവിൽ കല്ലെറിയും, മനസ്സിലായ? ആ ആ ആ അപ്പൊ ഇതാണ് ഇപ്പൊ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കാര്യം. അതാണ് സത്യം പറഞ്ഞ. അപ്പൊ നമ്മളെ നാലാൾക്ക് അറിയാവുന്നത് കൊണ്ടും 4 പേർക്ക് അറിയാവുന്നത് കൊണ്ടും നമ്മളെ പറ്റി എന്തെങ്കിലും അപവാദം പറഞ്ഞാൽ അതിലെന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി വേറെ കുറെ അവന്മാർ അവിടെ വരും. ഇത് നമ്മുടെ സൈഡ് കേൾക്കാതെ ഇതാണ് സത്യം എന്ന് പറഞ്ഞ് വിളിച്ചു പറയണ അവന്മാരാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ. അപ്പൊ കുട്ടിക്ക് എന്നെ പറ്റി എന്തെങ്കിലും ഈ സിറ്റിയിൽ എന്തെങ്കിലും അറിയുവാണെന്നുണ്ടെങ്കിൽ അത് ആദ്യം എന്നോട് വന്ന് ചോദിക്കുക, അത് സത്യമാണോ അല്ലയോ. ഞാനിങ്ങനെ ചെയ്യത്തുള്ളൂ. നമുക്കറിയാവുന്ന ഒരാളെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ നമുക്ക് പരിചയമുള്ള ആളോടല്ലേ ചോദിക്കേണ്ടത്, അതെ, അല്ലാതെ ഉറപ്പായിട്ടും. അവര് പറയുന്നതാണോ വിശ്വസിക്കേണ്ടത്? അതെ 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 അതെ. പക്ഷെ അങ്ങനെ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇവിടെ. അതാണ് ഞാൻ പ്രശ്നം. പക്ഷെ നേരെ ഇങ്ങനെയാണ്, ഞാൻ ആളോട് വിളിച്ച് ചോദിക്കത്തുള്ളൂ. ആണല്ലേ? അത് നല്ല കാര്യം. അത് നല്ലൊരു കാര്യമാണത്. ചിലപ്പോ അവരുടെ വ്യൂ പോയിന്റ് വെച്ച് നോക്കുമ്പം അവരുടെ ഭാഗത്തായിരിക്കും ചിലപ്പോ ന്യായം ഉണ്ടായിരിക്കുക. അത് നമുക്കറിയത്തില്ലല്ലോ. അതെ അതെ അതെ, അത് ശരിയാണ്, അത് ശരിയാണ്. നമ്മളോട് അപ്പുക്കുട്ടനെ വിശ്വാസം. അപ്പുക്കുട്ടനെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്തായിരുന്നു ശരിക്കും? ആ, അവൻ എൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ടായിരുന്നു. ഉം. മീൻസ് ഇപ്പൊ എനിക്ക് നമുക്കിപ്പോ പെട്ടെന്ന് എന്തെങ്കിലും മീൻസ് എന്താ പറയാ, ഇപ്പം നമുക്കിപ്പോ എന്തിനേതിനും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ഉറപ്പുള്ള ഒരു ആളുണ്ടല്ലോ. ആ, മീൻസ് നമുക്കൊരു അപകടം പറ്റിയാലോ, ഉം. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ പെട്ടുപോയി, എനിക്ക് ആരും ഇല്ലല്ലോ എന്നുള്ളൊരു ടൈമിൽ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അപ്പുറത്ത് കോൾ എടുക്കും, നമുക്കൊരു വിശ്വാസമുള്ളൊരു കുറച്ചു പേര് നമ്മുടെ കൂടെ കാണത്തുള്ളൂ. അതെ. അപ്പം എനിക്ക് അവന്റെ ഫ്രണ്ട്ഷിപ്പ് അത്രയും ഇഷ്ടപ്പെട്ടു. ഓക്കെ. അപ്പം എനിക്ക് അങ്ങനെ ഒരു ചെറിയൊരു ഇഷ്ടം തോന്നി. പക്ഷെ അപ്പൊ അവൻ എന്നെ ഫ്രണ്ടായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം എനിക്ക് കേട്ടപ്പോ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ നമ്മള് ഒരാളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയാണ്? അതൊരിക്കലും അല്ല. അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് മറക്കാൻ പറ്റുമെങ്കിൽ മറക്കുക, ഉം. അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്യേണ്ടി വരും ചില സാഹചര്യങ്ങളിൽ. അതും ശരിയാണ്. പക്ഷെ എന്തായാലും നമുക്കൊരു റിഗ്രറ്റ് അടിക്കത്തില്ലല്ലോ, ഓ ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ എന്ന് നാളെ നമുക്ക് തോന്നത്തില്ലല്ലോ. അത് ശരിയാ, അത് ശരിയാ. ഉം. എന്റെ സൈഡ് ഞാൻ ചെയ്തു. പക്ഷെ ഓപ്പോസിറ്റ് ഒന്ന് ഇങ്ങനെ വന്നപ്പോ ആ വിഷമല്ലേ നമുക്ക്. ചിലപ്പോ അതൊക്കെ മറന്ന് നമുക്ക് നല്ലൊരു ജീവിതം ചിലപ്പോ കിട്ടുമായിരിക്കും. നമ്മളെ ഇങ്ങോട്ട് വളഞ്ഞത് ഇഷ്ടപ്പെട്ട തന്നെയാണോ? ആരെങ്കിലും ഉണ്ടാവല്ലോ. എടാ പക്ഷെ അപ്പുക്കുട്ടൻ ഇതായതുകൊണ്ട് എനിക്ക്. നമ്മൾ ഇഷ്ടപ്പെടുന്നതല്ലല്ലോ, നമ്മളെ സ്നേഹിക്കുന്നവരല്ലേ നമ്മൾ സ്നേഹിക്കേണ്ടത്. അതും ശരിയാണ്. അവർക്കായിരിക്കും നമ്മളോട് നല്ല പ്യുവർ ആയിട്ടുള്ളൊരു ഇഷ്ടവും
എല്ലാം ഉണ്ടാവുക. നമ്മളോടൊന്നും ആരും ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കാനോ ദർശന ഫുഡ് കഴിച്ചായിരുന്നു ഞാൻ മുമ്പേ തന്ന മട്ടൻ മന്തി മട്ടൻ മദ്ഫൂൺ. ഓ കഴിച്ചു. ഓ കഴിച്ചു. പറഞ്ഞോ. ഇങ്ങനെയൊക്കെ നമ്മളോട് ആളുകളൊക്കെ ഒന്ന് ചോദിക്കാനുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കത്തില്ലേ? ഉറപ്പായിട്ടും. അങ്ങനെ ഒരാളുണ്ടാവുകയെന്ന് വിചാരിച്ചാ അതൊക്കെ ഭാഗ്യം ചെയ്തവർക്കേ ഉണ്ടാകത്തു. അത് ശരിയാ. ദർശനയ്ക്ക് എപ്പോഴെങ്കിലും അങ്ങനെ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന പോലത്തെ ഒരാളെ കിട്ടട്ടെ. എവിടെയെങ്കിലും ഉണ്ടാവും. എവിടെയെങ്കിലൊക്കെ കാണുമായിരിക്കും. അതെ അതെ ഉറപ്പായിട്ടും. നമ്മൾ കണ്ടുമുട്ടേണ്ട സമയമാകുമ്പം ദൈവം നമ്മുടെ മുമ്പിൽ കൊണ്ട് എന്തായാലും കൊണ്ട് തരുമല്ലോ. പിന്നെ എവിടെ പോവാനാ? എല്ലാവരുടെയും തലയിൽ ഒരെണ്ണം വിധിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. കറക്റ്റ് സമയത്ത് ഇവിടുത്തെ ഈ പോലെ മഴ പോലെ വന്ന് വീഴും. അതെ. പക്ഷെ ആ മഴ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. അതെ 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 അതെ. പിന്നെ എപ്പോഴും മഴ പെയ്യൂലല്ലോ. അതെ അതാണ് സത്യം. നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തൊന്നും മഴ പെയ്യത്തില്ലല്ലോ. അതെ 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 അത് ശരിയാ. ഈ സമയത്ത് ഹലോ ആ கோஷ் പറഞ്ഞു. ஓகே ஓகே இல்ல இவ்வளவுதான் இருக்கீங்களான்னு பார்த்தேன், காணுமே சுத்து வத்த இடத்துல. ഓ ഞാൻ ഈ ചുറ്റുവട്ടത്തിൽ തന്നെ ഉണ്ട്. ഇതിന് വെളിയിലിറങ്ങാനുള്ള വഴി അരമണിക്കൂറായിട്ട് തപ്പണം. அதுக்கு தானே ஹெலி எடுத்துட்டு வந்து வச்சிருக்கேன் இவட. അല്ലേ ഞങ്ങള് നടക്കുവായിരുന്നേ കോച്ച്. சரி 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 ஓகே ஓகே நான் அவட்ட പറഞ്ഞിട്ടാ. ഓക്കെ ഞാനെവിടെയെന്ന് പറഞ്ഞോളൂ. എന്താണ് ഒന്ന് പറഞ്ഞോ. ഞാനാണ് ഇപ്പൊ മുഴുവൻ സംസാരിക്കുന്നത്. എന്താ ഇങ്ങോട്ടൊന്ന് പറ. എനിക്കങ്ങനെ പെൺകുട്ടികളോട് അധികം സംസാരിച്ചൊരു ഇത് ശീലമില്ല, അതുകൊണ്ടാ. ദർശനം പറഞ്ഞോ. അല്ല എനിക്ക് അത്രയ്ക്കേ ഉള്ളൂ പറയാൻ. എടാ എന്റെ ഫ്ലേട്ടിംഗ് സ്കിൽസ് എല്ലാം പോയടാ. പിന്നെ വാസു അണ്ണന് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടമായ ഹലോ സൂസൻ എവിടെ? സൂസൻ പോയി. അത്ര ഇഷ്ടായിരുന്നു. യെസ്. ഇനി സൂസൻ തിരിച്ചു വന്നാലോ? സൂസൻ തിരിച്ചു വരില്ല. ഞാൻ വിഷമിപ്പിച്ചോ? ഇല്ല. സൂസന്റെ കാര്യത്തിൽ നിന്ന് ഞാൻ ഓൾറെഡി മൂവ് ഓൺ ചെയ്ത്. അല്ല ജീവിതമല്ലേ, നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതൊക്കെ ആലോചിച്ച് വിഷമിച്ചിരുന്നായിരുന്നെങ്കിൽ ഈ ടി വി എന്ന് പറയുന്ന ഗ്യാങ് ഇവിടെ നമ്പർ 1 ആയിട്ട് നിൽക്കുവോ? അത് ശരിയാ. വിഷമമുണ്ട്, പക്ഷെ അതെന്നെ ബാധിച്ചിട്ടില്ല. നമ്മൾ ഒന്നിലും തളരാൻ പാടില്ലെന്ന് എനിക്കിത് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി. ഉറപ്പായിട്ടും. ഹായ് കൊമ്പൻ. കൊമ്പനോ? എന്റെ വണ്ടിയുടെ പേരാ. ഓ ഓക്കെ. കപ്പിളാർപ്പിൽ ഓടിക്കുന്നത്. സമയത്തിയടാ എന്റെ. ഇതാ എന്റെ വണ്ടി കൊമ്പൻ. വണ്ടി സൂപ്പർ ആയിട്ടുണ്ട്. അണ്ണ ഹാപ്പി അല്ലേ? ഞാൻ ഹാപ്പിയാണ്. ദർശന ഹാപ്പി അല്ലേ? ഓ ഞാൻ ഹാപ്പിയാണ്. അതറിഞ്ഞാ മതി. ഞാൻ എന്ത് പറയൂടാ. ഇതിപ്പോ ഉണ്ടല്ലോ മറ്റേ 10ാം ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്തെ പോയി പ്രപ്പോസ് ചെയ്യണം എന്ന് പറയൂലേ, അതുപോലെയാണ് എനിക്കിപ്പോ.
ഏ ഇല്ല ഇവര് നമ്മളെവിടെ പോയെന്ന് ഓർത്താണെന്ന്. നമ്മളെ ചുമ്മാ നടക്കാൻ പോയ. അണ്ണൻ നടന്നങ്ങ് പറഞ്ഞു சொல்லிட்டேன்டா. എന്ത് അവളോട് പറഞ്ഞോ? ஆமா எனக்கு இன்ட்ரெஸ்ட் இல்ல, நம்ம ஃப்ரெண்ட்ஸ் ஆயிட்டு வேணா இருக்கலாம், மத்தபடி வேற இன்ட்ரெஸ்ட் இல்லன்னு പറഞ്ഞു. കോച്ച് യെസ്. കോച്ച് അങ്ങനെ ഒരു തീരുമാനം എടുത്തു. എന്താടാ പറടാ ശരിക്കും? അതെ. മുഖത്തേക്ക് പറഞ്ഞ സോങ് ഇല്ല. തമിഴിലാണോ ഇതിന്റെ? ശരിക്കും പറഞ്ഞ കോച്ച്? ഓ പറഞ്ഞു. எனக்கு கேங் தான்டா ஃபர்ஸ்ட். அത്ര ഉള്ളൂ. எனக்கு நீ தான் ஃபர்ஸ்ட், என்னோட பிரதர்ஸ் தான் ஃபர்ஸ்ட். ஃப்ரெண்ட்ஸ் இருக்கலாம், அதுக்கிட்ட ரிலேஷன்ஷிப் சுத்திக்கிட்டு இந்த மாதிரி கம் போட்டு ஓட்டிக்கிட்டு என்னால சுத்த முடியாது. അതെ ശരിക്കും കോച്ച്? ശരിക്കും ഇപ്പதான் പറഞ്ഞിട്ട് നാളെ സരളെന്ന് പറഞ്ഞ അടിച്ചു വീക്കുവേ. நான் வரலனாலும் பரவாயில்ல, அவன் வந்தா நான் என்ன பண்ண முடியும்? அது പറ. എനിക്ക് പെണ്ണും സെറ്റായി, കോച്ചിന്റെ പെണ്ണും പോയി. ലെറ്റ്സ് ഗോ. സന്തോഷമായി കോച്ച് എനിക്ക്. സന്തോഷമായി. അല്ല സീൻ എന്തൊരു അറ്റ്ലീസ്റ്റ് ഓർത്തനാച്ചോ ഇരിക്കണ്ടിയാ. പിന്നെ ഒരുത്തല്ല കോച്ച്, ഞാനുണ്ട് കോച്ചിന് കൂടെ. ഞാൻ കോച്ച് ലെറ്റർ കൊടു. മുടിയാതറാ അത് ഞാൻ വെച്ചിരുപ്പ. അത് നമുക്ക് വേണ്ട കോച്ചിനി, അത് വേണ്ട, അത് കീറിക്കളഞ്ഞ എന്റെ തന്നേരം കോച്ച്. ഞാൻ സൂക്ഷിച്ചു വെച്ചേക്കാം. അതിലെന്ത് ഏതീന് പാസ്വേട്ടാ? ഇതിൽ ഞാൻ ഓൾറെഡി വായിച്ചായിരുന്നു, അത് നീ പറയൂല, രഹസ്യമാ. ഇത് ഗ്യാങ് ഹൗസിലെ ലോക്കറിൽ പൊട്ട എടുത്ത് വേറെ ആർക്കിട്ട് കൊടുത്തത്. ഈ ഗ്രൂപ്പ് ഇൻവൈറ്റ് എങ്ങനെയാ ചെയ്യുന്ന ഡാൻസില്? മീനൂട്ടി മീനു മീനൂട്ടി ഇങ്ങോട്ട് വരുമോ? ഒരു മിനിറ്റ്, ഇത് മെസ്സേജില്ല. മീനൂട്ടി ഞാൻ അങ്ങോട്ട് വരാവേ. കിടന്നില്ല, കിടക്കാൻ പോവാന്ന് പറഞ്ഞിട്ട്. ദർശനം ഇവിടേക്കോ? അങ്ങോട്ട് നോക്കിക്കോ, അങ്ങോട്ടോ. ഒരാളുടെ റിലേഷൻഷിപ്പ് പൊട്ടി അവിടെ. ഞാൻ കണ്ടു, പക്ഷേ ഞാൻ ആരാന്നുണ്ടല്ലോ. എന്തായാലും മീൻസ് ആ കുട്ടി ഇപ്പൊ വിഷമിക്കെങ്കിലും കോച്ചത് ഇപ്പൊ പറഞ്ഞത് നന്നായി. താല്പര്യമില്ലെങ്കിൽ സത്യമല്ലേ? അതെ. എനിക്ക് ഭയങ്കര ഹാപ്പിയായി. സന്തോഷത്തോടെ ഇരിക്കും ദർശന. നമ്മള് കാരണം വേറെ ആർക്കെങ്കിലും സന്തോഷമാകുന്നെങ്കിൽ അത് തന്നെയല്ലേ വലിയ കാര്യം. അത് സത്യമാണ്. ഞാനിനി കോച്ചിന്റെ ഫാൻ. അത് ഇത്രയും എന്താ പറയാ ഹാപ്പി ആവാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചു. ഒരു മിനിറ്റ് ദർശന, കുട്ടി ഒന്ന് വരുമോ? വിഷമിച്ചിരിക്കണോ? ഇല്ല വസണ, എനിക്ക് രണ്ട് കാര്യം പറയാൻ വേണ്ടി ഞാൻ വന്നായിരുന്നു. അപ്പൊ കോച്ച് അവിടെ ഇല്ല. ഞാൻ പറഞ്ഞാൽ മതിയോ കോച്ചിന്റെ അടുത്ത്? മതി. ഓക്കെ പറഞ്ഞോളൂ. ഞാൻ ഈ സിറ്റിയിൽ ഒരുത്തനെ പോലും പ്രപ്പോസ് ചെയ്തിട്ടില്ലായിരുന്നു.
ഞാൻ സിറ്റിയില് സിഗ്മയെന്ന് സിഗ്മ ആ എന്നിട്ട് ഈ ഡിപ്രഷനാവുന്നു. ലവ് ലെറ്റർ എഴുതി നാണക്കേടായി. ഞാനും ബാലന്റെ സിഗ്മ അസോസിയേഷൻ വരെ തുടങ്ങാൻ വേണ്ടി ഇരിക്കുന്നു. ബാലനോ? ആ, 50 റിലേഷൻഷിപ്പാണ് അവന്റെ സിറ്റിയില് മാത്രം. ഞാൻ എങ്ങനെ ആൾക്കാരുടെ മൊത്തം തല മുക്കി നോക്കും. എന്റെ ദൈവമേ, എന്റെ സിഗ്മ പോയി. ഇതിവിടെ വളരെ കുറച്ചു പേർക്ക് മാത്രമേ അറിയുള്ളൂ. കുട്ടി അതോർത്ത് വിഷമിക്കണ്ട. ഈ കര മൊത്തം അറിയാം. ഈ കര മൊത്തം. ആണല്ലേ? അതെ, ഞാൻ സീക്രട്ട് ആയിട്ട് പറയണമെന്ന് പറഞ്ഞ സാധനം ഇവിടെ മൊത്തം. ഞാൻ ഇനി എന്തിനു ചെയ്യും? എനിക്ക് തമിഴ് അറിയത്തില്ല. വസുണ്ട് തമിഴിൽ എഴുതി. വല്ല കാര്യമുണ്ടോ? എന്ത് ആവശ്യം ഇരിക്കുന്നു? അങ്ങർക്ക് നല്ലപോലെ മലയാളം അറിയാം. ഈ ഇങ്ങനെ അധികപ്പണി എടുത്തതിന്റെയാണ് ഈ അനുഭവിക്കണത്. അങ്ങേർക്ക് ഞാൻ മലയാളത്തിലേ സംസാരിക്കുള്ളൂ. ഇപ്പൊ പുള്ളിക്ക് അറിഞ്ഞൂടാ തമിഴ്. അങ്ങേർക്ക് എത്ര നാളെ അങ്ങനെ തമിഴ് സംസാരിച്ചിട്ട്. തമിഴൊക്കെ ഇപ്പൊ എഴുതി കൊടുത്താൽ അങ്ങനെ ഏത് ലാംഗ്വേജ് എന്ന് ചോദിച്ചു കളയും. മലയാളത്തിൽ എന്തെങ്കിലും എഴുതി കൊടുത്തുവിട്ടിരുന്നെങ്കിൽ പിന്നെ അത് എന്തെങ്കിലും പറഞ്ഞ് സെറ്റ് ആക്കിയാലും പറ്റുമായിരുന്നേനെ. ഇത് അധിക പണിയെടുത്ത് എന്തൊക്കെയോ ചെയ്ത് അങ്ങേരുടെ അങ്ങനെ അൺകംഫർട്ടബിൾ ആക്കിയതിന്റെ ഇതെല്ലാം. വാസണ്ണ, എനിക്ക് സെറ്റ് ചെയ്ത് തരണം പ്ലീസ്. എനിക്ക് ഇഷ്ടമായി പോയി. സെറ്റ് ചെയ്ത് തരണോ? സിഗ്മയായിരുന്നു. എനിക്കിനി തല പൊക്കി നടക്കാൻ പറ്റത്തില്ല. കോച്ചിന് വേണ്ടെന്നാണ് പറയണത്. ഞാൻ എന്ത് ചെയ്യാനാ കുട്ടി? ഒരാളെ വല്ല ബിരിയാണി ആയിരുന്നു നിർബന്ധിച്ച് കഴിപ്പിക്കായിരുന്നു. ഒരു കല്യാണം അങ്ങനെ കഴിപ്പിക്കാൻ പറ്റുമോ എനിക്ക്? കല്യാണം കഴിക്കണ്ട വാസണ്ണ, കല്യാണം കഴിക്കണ്ട. പിന്നെന്താ? വെച്ചു. പിന്നെന്താ വേണ്ടേ? കോച്ചിന്റെ കൂടി ഞാൻ നടന്നാ മതി. ചില്ലറ അല്ല, ചില്ലറയ്ക്ക് വേണ്ട, മൊത്തമായിട്ട് മതി. ഇതൊക്കെ തന്നെയാണ് കാരണം. റീസൺ നമ്പർ 1 എന്താണെന്നറിയോ? എന്ത്? യു. എനിക്കെന്ത് പറ്റി? റീസൺ നമ്പർ 2 എന്താണെന്നറിയോ? ആ, അതും യു. റീസൺ നമ്പർ 3 എന്താണെന്നറിയോ? എന്തിന്? അത് നിന്റെ യു. അല്ല, നിന്റെ നാക്ക്, നിന്റെ വർത്താനം. ഇത് മൂന്നും എന്തായാലും ഫിക്സ് ചെയ്യാൻ പറ്റൂല. അപ്പോ കോച്ചിനെ കിട്ടുകയില്ല. ഞാൻ ഇതിപ്പോ എങ്ങനെ മാറ്റാൻ പറ്റും? ഞാൻ ഇങ്ങനെ ആയി പോയില്ലേ? ഞാൻ ഏറ്റവും പെണ്ണത്വത്തിലാണ് ഞാൻ പുള്ളിയുടെ പുറകെ നടന്നത്. പെണ്ണത്തോ എന്ന് പറഞ്ഞ എന്നുവെച്ചാൽ നല്ല പെണ്ണിനെ പോലെ നല്ല കുലീനയായിട്ട്. ഞാൻ ഇന്നലെ വരെ ചുരിദാറാണ് ഇട്ട് നടന്നത്. ഇന്നലെ എന്നെ പുച്ഛിച്ചോണ ഞാൻ ഈ തുണിയൊക്കെ അവർ ചേച്ചിയെ. ഈ താല്പര്യം ഉണ്ടായിട്ടല്ല. വാസവെന്തിന് എന്നെ പുച്ഛിക്കുകയാണോ അവിടെ ഇരുന്ന്? നോ നെവർ. ഞാൻ ഒരാളുടെ വിഷമം ഇങ്ങനെ എന്റെ ഉള്ളിലേക്ക് ഫീഡ് ചെയ്തോണ്ടിരിക്കുക. ഞാൻ ഇന്നലെ ഒരു ചുരിദാർ ഷാൾ ഇട്ട് നടന്നവളാ. ഇവിടെ ഏതവളന്മാരാണ് ചുരിദാർ ഷാളും അതിനു മുമ്പ് സാരി. ഇയാൾക്ക് വേണ്ടിയാ ഞാൻ ഈ ഇതൊക്കെ എന്തിനീ ഈ സാധനമൊക്കെ? എനിക്കറിയാൻ പാടില്ല ഇതൊക്കെ വലിച്ചു കയറ്റിയത് പാത്തുവിനോട് ചോദിച്ചിട്ട്. വിഷമമുണ്ട്, പക്ഷെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ഉത്തരത്തിരുന്നതും പോയി കഷത്തിരുന്ന് സോറി കഷത്തിരുന്നതും പോയി ഉത്തരത്തിരുന്ന് കിട്ടിയതുമില്ല. കഷത്തിരുന്ന് ഒരുത്തിനെ അപ്പൊ തേച്ചിട്ടാണല്ലേ കൊച്ചിന് പുറകെ പോയത്? അല്ല, പിന്നെ? സിഗ്മ പോയി. ഓ അങ്ങനെ ഞാനോർത്ത് ഒരുത്തിനെ എങ്ങനെ? ഞാൻ വിചാരിച്ചത് ഒരുത്തിനെ തേച്ചിട്ട് കോച്ചിനെ സെറ്റാക്കാൻ പോയി, അവരും പോയി കൊച്ചും പോയി എന്നാണ് വിചാരിച്ചത്. ഒരിക്കലും ഇല്ല വാസവണ്ണ, അത്രയും തറപ്പുള്ള നമ്മൾ കാണിക്കത്തില്ല. കുഴപ്പമില്ലേ? ഈ സിഗ്മ എന്നൊക്കെ പറയണത് വെറും അങ്ങനെ ഒരു സാധനം ഇല്ല. അത് സത്യമാണ്. പെണ്ണാണ് കിട്ടാത്തവര് കൊണ്ടു നടക്കുന്ന ടാഗാ സത്യം. പക്ഷെ നാട്ടിൽ പറയാൻ പറ്റുമോ? ജീവിക്കണ്ടേ? അത് സത്യമാണ്, അത് സത്യം, ശരിയാണ്. വിചാരിക്കൂലേ? എന്തായാലും കുട്ടി ഞാൻ അതോർത്ത് വിഷമിച്ചിരിക്കണ്ട. എല്ലാം ശരിയാവുമെന്ന് ഞാൻ പറയാനില്ല. ഒരാളെങ്കിലും വേറൊരാൾ കറക്റ്റ് സമയത്ത് വരും. കുട്ടി വേറൊരാളെ സെറ്റ് ചെയ്യാൻ നോക്ക്. അങ്ങനെ തന്നെ എടുക്കാം. എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഒരു ടിപ്പും കൂടെ പറഞ്ഞുതരാം. ഈ എക്സ്പയറി ഡേറ്റ് തീരാൻ പോകുന്ന സാധനങ്ങൾ മേടിക്കാതെ നമ്മൾ കുറച്ച് നേരത്തെ മാനുഫാക്ചറിങ് ഡേറ്റ് കുറച്ച് നേരത്തെ നോക്കിയിട്ട് എക്സ്പയറി കുറച്ച് അധികമുള്ള സാധനങ്ങൾ വാങ്ങിക്കുക. അതൊരു ലൈഫ് ടിപ്പായിട്ട് കയ്യിൽ വെച്ചിരുന്നാൽ മതി. വേറെ അതുമായിട്ട് റിലേറ്റ് ചെയ്യണ്ട. തുറന്നു നോക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അല്ല, അത് തുറന്നു നോക്കാൻ പറ്റൂല, എന്നാലും പുറത്ത് എഴുതിയിരിക്കുമല്ലോ, നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ പഴയതാണോ പുതിയതാണോ എന്ന്.
ഓ ഇനി ശ്രദ്ധിക്കാം. ശ്രദ്ധിച്ചാൽ ഓക്കെ. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. Thank you so much. മടുക്കൂലാണോ നിനക്കൊന്നും? എത്ര നേരം ഇങ്ങനെ ഇരിക്കണേ? മിലിറ്ററി ബേസ് ഫയറിംഗ് സിറ്റുവേഷനിൽ ഉണ്ടായിരുന്ന ചേട്ടന്മാരുണ്ടായാലും പ്ലീസ് കോൾ 047. അവന്മാർ സിറ്റിന്ന് പോയി, എന്നിട്ടും അവൻ അടി ഉണ്ടാക്കത്തെ വിളിച്ചു വരുത്തണം. നോക്ക് കേട്ടോ. ബോസാട്ടൻ വാസണ്ണ, ആ പറഞ്ഞു ദർശന പറഞ്ഞു. അതെ, എല്ലാരും പറഞ്ഞു വാസണ്ണ നന്നായിട്ട് പാട്ട് പാടും. എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടി തരുമോ? ഇത് ദർശനയ്ക്ക് വേണ്ടിട്ടൊരു പ്രത്യേക ഒരു പാട്ട്, ദർശന എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്, കേട്ടിട്ടുണ്ടോ? ഇല്ല, അതേത് പാട്ടാ? ഹൃദയ സിനിമയിലെ. അതേത് പാട്ടാ? ഒരു സെക്കൻഡ് നോക്കട്ടെ. ദർശന ആ പാട്ടല്ലേ? ഓക്കെ. ഇപ്പൊ ദർശന പാടിയ 2 കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, RPയിൽ ഞാൻ കമ്മിറ്റഡ് ആവും, റിയൽ ലൈഫിൽ ഡിവോഴ്സ് ആവും. ഏത് വേണോ നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി. എനിക്ക് ആ പാട്ട് ആക്ച്വലി അറിഞ്ഞുകൂടാ ദർശന. കുഴപ്പമില്ല, എപ്പോഴെങ്കിലും. അത് ഞാൻ പാടി പഠിച്ചുതരാം. ദർശനക്ക് പഠിച്ചുതരാം ഉറപ്പായിട്ടും. എനിക്ക് ഇഷ്ടമുള്ള പാട്ട് പാടിയത്. RP കമ്മിറ്റഡ് ആണ്. നിനക്കൊക്കെ അത് മതി, എനിക്കറിയാം. നിനക്കൊക്കെ അത് മതി, എനിക്ക് നന്നായിട്ട് അറിയാലോ. ഇപ്പൊ ഓക്കെ ആണെങ്കിൽ ഏതെങ്കിലും ഒരു പാട്ട് പാടുവോ? പാടിത്തരാം. ഒരു സെക്കൻഡ്. എനിക്ക് നാണം വരുവേ, ഞാൻ ബേസ് ക്യാം ഓഫ് ചെയ്യാൻ പോണേ. ഏത് പാട്ട് പാടിക്കൊടുക്കും? ഒരു റൊമാൻറ്റിക് പാട്ട് പറ. ബ്രേക്കപ്പ് അല്ലാതെ ഒരു റൊമാൻറ്റിക് പാട്ട് പറ. ഒരു സെക്കൻഡ്, ഞാൻ ഒന്ന് ആലോചിച്ചോട്ടെ. അഥവാ വല്ല ചപ്പാത്തിക്ക് അടി വന്നത് ഒരാളെ കണ്ടന്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ബേസ് ക്യാം ഓഫ് ചെയ്തത്. അയ്യോ, സ്മോക്ക്ഡ് സെർവർ ലെഫ്റ്റ് ദ സെർവർ. ഏത് പാട്ട് പാടൂടാ? പാട്ടൊന്നും അറിഞ്ഞൂടാ ഗൈസ്. ഓക്കെ, ദർശന പാടിത്തരാം. സോ ഈ പാട്ട് ദർശനയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നേ. നിലവിടം വാടക വാങ്ങി വീട്ടിന് കുടി வைக்கலாமா? நான் வாழும் வீட்டுக்குள் வேறாரும் வந்தாலே தகுமா? தேன்மலத்திற்கு நீதான் இந்த தோள்களில் இடம் தரலாமா? நான் சாயும் தோள்மேல் வேறாரும் சாய்ந்தாலே உயிரே நீ செங்குலை சேரும் கலைந்தது போலே கலைந்தவளா? முன்பே வா அன்பே வா, ஊனே வா உயிரே வா, முன்பே வா அன்பே வா, பூ பூவாய் பூ பூவாய் நானா கேட்டேன் என்னை நானே நானியா நெஞ்சம் சொன்னதே நானா கேட்டேன் என்னை நானே நானியா நெஞ்சம் சொன்னதே. ഓക്കെ, താങ്ക് യു സോ മച്ച്.
ദർശേട്ടാ ഞാൻ എന്ത് പറയും ദർശനയോട്? അഡ്വാൻസ് ആറായിപ്പോയോ? ഇല്ല, അവൾ ഉറക്കുവാണ്. പാടത്തില്ല. ദർശനയ്ക്ക് പാട്ടോട് അറിയോ? പിന്നെ അയ്യോ ഇല്ല 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 ഇല്ല. നമ്മളെ മറ്റേ പാട്ട് പഠിപ്പിച്ച അച്ഛൻ മത്തിന്റെ പാടിക്കൊടുക്ക്. ഒരു സെക്കൻഡ്, ഒരു കോള്. ദർശന ഹലോ വാസാണ് ഇത്രയൊക്കെ പാടി ഹലോ, ആരാ? ആചാരാണ്. ആ ഹാജിയരെ, എന്റെ കുട്ടി വന്നോ? ഹാജിയരെ മുച്ചിറിയുടെ ഈ സിറ്റിയിലോട്ടുള്ള എൻട്രി ഇതുവരെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അത് വരാൻ ഒരു 5 ദിവസം എടുക്കും ഹാജിയരെ. എല്ലാത്തൊരു ടൂറൊക്കെ തന്നെ പോകാൻ പോയത്. അതെ 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 അതെ, എന്ത് പറഞ്ഞാ കേക്കണ്ടേ? ചെറുക്കൻ പിഴച്ച തന്തയൊക്കെ മോശം ചെറുക്കനല്ലേ അവൻ. കള്ളനായി മനുഷ്യനെ പറയിപ്പിച്ചു. അതെ, അവൻ വരുമ്പോ ഞാൻ ചോദിക്കാം ഇതല്ല. ഒരു അച്ഛനെ ഇങ്ങനെ വിഷമിപ്പിക്കുക, എനിക്ക് വിഷമിപ്പിക്കാൻ പോലും ഒരു അച്ഛനില്ല. എത്ര വസുച്ച അങ്ങനെയൊക്കെ പറയണിച്ച് ഇനിയും കൂടി സങ്കടാക്കല്ലേ. ഉള്ളവർക്ക് കണ്ണുള്ളവർക്ക് കണ്ണിന്റെ വില അറിയില്ല ഹാജിയരെ. ഓടിയപ്പല്ലേ? ഞാന് ഒരു ഗ്യാങ് മീറ്റിംഗില. എന്നാ കഴിഞ്ഞോട്ടെ. ഓക്കെ ഓക്കെ എന്നാ. ഓക്കെ. ഫേസ് ക്യാം വേണ്ട, ഞാൻ റൊമാൻറ്റിക് ആവാൻ പറ്റൂല എനിക്ക്. ബസ്സൊക്കെ എടുത്ത കസ്റ്റമർ കെയറിൽ ഒരു പണിയുണ്ട് നിൽക്കുന്ന. എന്തോ? അടിപൊളിയായിരുന്നു. അടിപൊളിയായിട്ട് പാടി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അയ്യോ, താങ്ക് യു ദർശന, താങ്ക് യു സോ മച്ച്. ദർശനക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ പഠിച്ചിട്ട് പാടിത്തരാം ദർശനക്ക്. ഞാൻ ദർശന എന്നുള്ള പാട്ട് ഭയങ്കര ചുമ. ഇതാ നിനക്കൊക്കെ ഷേവാ. നേരത്തെ തൊടുവാലി കൊടുക്കണം കേട്ടാ. തണുപ്പൊക്കെ ഇല്ലേ അണ്ണാ? ഐസ് ദർശന എന്നുള്ള പാട്ട് ഞാൻ പാടിയിട്ട് പഠിച്ചു തരാം. ഇല്ല, പഠിച്ചിട്ട് പാടിത്തരാം. ഓക്കെ. ആരും എന്താ ഒന്നും മിണ്ടാത്തേ? എന്താ അറിയത്തില്ല, എല്ലാരും ഇങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് സംസാരിക്കുന്ന മോശല്ലേ? സൈലന്റ് ആയി. ദർശനക്ക് എന്തോ തരണം എന്ന് പറഞ്ഞു. ദർശന കൊടുക്കുന്നില്ലേ? തന്നോളൂ ദർശന. നമ്മള് തിരിച്ചേക്കാം. അയ്യോ, അത് വേണ്ട, അത് വേണ്ട, അത് കുഴപ്പമില്ല. കുഴപ്പമില്ല. അവയുടെ തിരിഞ്ഞേക്ക്. എന്താ തമ്പേട്ടന്റെ പോകുന്നില്ല. ഓ നമ്മൾ രണ്ടും ഒന്നായോണ്ടായിരിക്കും അല്ലേ? ഞാൻ എറിയ തന്നെ വരൂട്ടാ. കൊടുത്തേ കിട്ടിയില്ല, അടങ്ങ്. എന്നോടല്ല തിരിഞ്ഞേക്കാൻ പറഞ്ഞേ. എന്തോ വന്ന്. അല്ലാതെ നടക്കോ? തിരിഞ്ഞിക്കാൻ കൊടുക്ക് കുമാരേട്ടാ. താങ്ക് യു ദർശന. അതാണ് ശബ്ദം വന്നേ. കളിക്കല്ലേ? ആ, ഞാനില്ലാട്ടാ. ഓറ -100. മാത്രമേ ചെയ്തുള്ളൂ. എടാ, KGF റോക്കി ബൈക്ക് വരെ പെണ്ണുണ്ട്, മനസ്സിലായ? റോക്കി ബൈക്ക് റൊമാൻസ് വന്നാ നിനക്കൊക്കെ തീ. പരിന്തുവാസു റൊമാൻസ് വന്ന ഓറായോട്ടാ കടയാടികളെ. എന്റെ ഒന്നല്ല. അണ്ണ ഹാപ്പി ആയിട്ടിരിക്കും. ഹാപ്പി ദർശന. ഇടയ്ക്ക് ടൈം ഉള്ളപ്പോ ഒക്കെ വിളിക്ക്. ഉറപ്പായിട്ട് വിളിക്കാം. എന്തായാലും കാണാം ദർശന, നമ്പർ ഉണ്ടല്ലോ. അതെ അതെ. ഓക്കെ ദർശന, പോയിട്ടോ. ഓക്കെ. തലയില് ചെമ്പരത്തി പോക്കണ്ടല്ലോ. ചെമ്പരത്തി പോലെ ചെമ്പകാണ്. ഹലോ ഹലോ, ആരാ? മിന്നൽ മുരളിയാണോ? അല്ലല്ല, ബേസിൽ ജോസഫാ, മില്ലൻ മുരളിയുടെ ഡയറക്ടർ.
ഞാൻ ഒരു സിനിമ ഷൂട്ടിങ്ങിന്റെ കാര്യം പറയാനായിരുന്നു. ഞാൻ ബിൽബുരിയുടെ സെക്കൻഡ് പാർട്ട് ഷൂട്ടിലാണ്. ഇപ്പൊ വേറെ പ്രോജക്റ്റ് എടുക്കുന്നില്ല. പ്രൊജക്ട് എടുക്കുന്നില്ല? ഇല്ല, വേറെ പ്രോജക്റ്റ് ഒന്നും എടുക്കുന്നില്ല. അതെന്ത്, ഇത് നല്ല പ്രൊജക്റ്റ് ആയിരുന്നു, നല്ല കിടിലം പ്രൊജക്റ്റ് ആണ് ആക്ച്വലി. ഇല്ല, ആക്ച്വലി വില്ലൻബുരിയുടെ സെക്കൻഡ് പാർട്ടില് ടോവിനോ പകുതിക്ക് വെച്ച് മരിക്കും. അപ്പൊ പിന്നെ അഭിനയിക്കാൻ ആളില്ല വേറെ. ഞാൻ അവനെ വെച്ച് മാത്രമേ പടം ചെയ്യാറുള്ളൂ. ആണോ? അല്ല, എന്റെ വേറെ കക്ഷിയുണ്ട്. ഇല്ല, ഞാൻ വേറെ വെച്ച് പടം ചെയ്യൂല. വേറെ വെച്ച് പടം ചെയ്യൂലേ. അയൺമാന്റെ മലയാളം വേർഷൻ. എന്താണ് അയൺമാൻ? ഇല്ല, അയൺമാൻ നെഞ്ചത്ത് തുളയുള്ളവൻ. അതെ അതെ. അതിന് മലയാളത്തിൽ പേരെന്താ ഇടാൻ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? എന്തിനാണ്? ഇരുമ്പ് മനുഷ്യൻ. ഇരുമ്പ് മനുഷ്യൻ. എല്ലായിടത്തും ഇരുമ്പാണ് അവന്റെ. ആണല്ലേ? അപ്പൊ റൊമാൻസ് ഉണ്ടാവില്ലല്ലേ? ലവ് സോങ് ഒന്നും ഇല്ലല്ലോ? ലവ് സോങ് വേണേ കൊണ്ട് കേറ്റാ, നമുക്ക് കേറ്റാ, അതൊക്കെ നമുക്ക് റെഡിയാക്കാം. ഈ ഇരുമ്പ് വെച്ച് അവൻ എന്ത് ലവ് ചെയ്യാനാ? അതൊക്കെ ചോദിച്ചു കഴിഞ്ഞാ നമ്മള് ഇരുമ്പുള്ള ഒരാളെ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. അല്ല, റൊബാറ്റ്സ് ഇത് നമ്മള് PG-13 ആണ്. സോറി, ഞാൻ ബേസിൽ ജോസഫ് ആയതുകൊണ്ട് ഞാൻ റൊമാൻസ് ഇല്ലാത്ത പടങ്ങൾ ചെയ്യാറില്ല. എനിക്ക് 2 മിനിമം ലവ് സോങ് എങ്കിലും വേണം. റൊബാറ്റ്സ് ഉണ്ട്, പക്ഷേ റൊബാറ്റ്സ് ഉണ്ട് ഇത്, പക്ഷേ നമ്മൾ PG-13 ആണ്. നമ്മള് ഒരു കിസ്സിലൊക്കെ ഒതുക്കും, അത്രേ ഉള്ളു. എനിക്ക് കുറച്ചും കൂടെ ഡീപ്പായിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ ഷൂട്ട് ചെയ്യാറുള്ളൂ. കുറച്ചുകൂടെ ഡീപ്പ് എന്ന് പറയുമ്പോ ഞാൻ രാത്രിയിലെ 2:13 വിളിച്ചിട്ട് ഒരാള് ക്ഷീണിച്ച് ഉറങ്ങാൻ പോണ സമയത്ത് വിളിച്ചിട്ട് നീ ആരാധകനാണെന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കണം നീ. ഞാനോ? ഇതാണോ ചെയ്യേണ്ടത്? അല്ല, സൈബറുമായിട്ടേ കണക്ട് ചെയ്തിരിക്കുകയാണ് എന്റെ നമ്പർ. ഞാനൊന്ന് എന്റെ ദാക്ഷിണ്യത്തിന്റെ പുറത്താ നീ ഇപ്പൊ ഇവിടെ നിൽക്കണം. ഞാനൊന്ന് ഇട്ട് കൊടുത്താ മതി നിന്നെ. ഇത് മുകേഷ് ആയിരുന്നോ? എന്തൊക്കെ അറിയണം അവനൊക്കെ. അപ്പൊ ഞാൻ അങ്ങോട്ട് പോവാണേ. നിങ്ങൾ വരുന്ന കഴിഞ്ഞാൽ മുതുകിലോട്ട് ഇറക്കാം. മുതുകിലോട്ട് വരുന്നുണ്ടോ? വണ്ടിക്കകത്തിരുന്ന് എനിക്ക് മെസ്സേജ് അയക്കുന്നതാണോ? എന്താ ധാരണ? ഇതിന്റെ എക്സിറ്റ് ആണോ അറിയാമോ? ഇല്ല, എനിക്കറിയാം. ഇത് നേരെ എത്ര നാളെ സിറ്റി വന്നിട്ട്? ഞാൻ 5 വർഷമായിട്ടില്ല ചോദിക്കാൻ. അല്ലല്ലേ, വേറെ വഴിയുണ്ട്. എനിക്കറിയാവുന്ന വേറെ വഴിയുണ്ട്. ആ ഡയലോഗ് പറയാനുള്ള അവസരം പോലും ഒന്നും തോന്നില്ല. കളയാടി ഈ വഴി മാറ്റിയോ? ഇവിടെ നിന്നുണ്ടല്ലോ ബ്രിഡ്ജ്. അപ്പൊ നാണം കിട്ടില്ല കേട്ടോ. എല്ലാരും പെട്ടെന്ന് എന്തോ സൈലന്റ് ആയി പോയ പോലെ ഉണ്ടല്ലോ. അതെ അതെ, സത്യം. എല്ലാരും സൈലന്റ് ആയത്. നിങ്ങളെ വണ്ടിയാ? ഓ, എന്റെ വണ്ടി കൊമ്പൻ. ഈ വണ്ടിയുടെ പേര് കൊമ്പൻ. സൂപ്പർ. ഒരു മാസ് സാധനമുണ്ട്, മാസ് ഫീൽ ഉണ്ട്. താങ്ക് യു. ഇത് അത് ഈ വണ്ടിയുടെ ഡോറൊക്കെ കളിക്കുന്നത്. ഇത് റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. വെയിറ്റ്. തൂഫാൻ നീ അടിച്ച് പോയവനെ, തൂഫാൻ നീ അടിച്ച് നിന്നവനെ. യുവർ വെഹിക്കിൾ ടൈപ്പ് നോട്ട് സപ്പോർട്ട് ഹിയർ. ട്രക്ക് ചെയ്യുന്ന നമ്മുടെ സ്വന്തം പമ്പാ ദർശന. ആക്ച്വലി പമ്പ് ഒക്കെ ഇത് ഞങ്ങളുടെ പമ്പാണ്. അതിനോ 70 കോർ എന്റേതാ. തിരിച്ചു വന്നില്ല അതൊക്കെ. അതിലിവിടെ പ്രസക്തി ഇല്ല. അത് ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്യാൻ റെഡിയാണ് ഞാൻ. അയ്യോ, വേണമെന്ന് പറഞ്ഞു. അതാ അതിന്റെ ഇടയ്ക്ക് ഗോൾ അടിക്കണം. ഡേസിക്ക് കിട്ടാണ്ടായിരുന്നു. ഡേസിക്ക് അത് ഡേസി ചോദിച്ചോളും. തറയെക്കുട്ടാണ്ട് നീ പൊക്കി അടക്കുന്നല്ല, അതിന്റെ കൂലിയൊരു കൂട്ടിക്കും.
ബോബനും മോളിലെ പട്ടി ഉണ്ടാവില്ല, എല്ലാ സീനിലും ഉണ്ടാവുന്ന അതുപോലെ ഉണ്ടാവും രണ്ടും. മുമ്പിലോട്ടാണ് റിപ്പയർ കാണിക്കുന്നേ ഇല്ല. ഇവിടെ കുറച്ചുകൂടെ മുമ്പില്. ഏട്ടാ ഇച്ചിരി മുന്നിൽ ഇച്ചിരി ആ പയ്യപ്പുറത്ത് അത് തന്നെ. ഇപ്പൊ കണ്ടോ ഡിക്കിയും ഡോറൊക്കെ വരുമ്പോ കറക്റ്റ് കൊമ്പനാവും, നെറ്റിപ്പട്ടം ഇല്ലാത്ത കൊമ്പൻ. നോക്കിക്കോ. അള്ളാന്റെ മോന് ഇതായിരുന്ന വണ്ടി. പിന്നെ ഏട്ടാ ഇത് സാക്കുരു മറ്റേ എലിയച്ചിക്ക് കൊടുത്തിട്ട് എലിയച്ച് വേണ്ട പറഞ്ഞ സാധനം. ഇത് സാക്കുരുവിന്റെ വണ്ടിയല്ലേ ഇത്. നീ എലിയുടെ വണ്ടി തറ. അല്ല എലിയച്ചിക്ക് കൊടുത്തപ്പോ എലിയച്ച് വേണ്ടെന്ന് പറഞ്ഞു. അവർക്ക് ബുദ്ധിയില്ല, ഇതൊക്കെ നല്ല വണ്ടി. അങ്ങനെയാണെ ഓക്കെ. പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇവനുമാരി ഇവിടെ ഇറക്കിവിടായിരുന്നു. കൊല്ലവനെ. ഞാൻ വയലൻസിനെതിരാണ്. ഞാൻ ഇന്നസെൻസ് ആയിട്ടുള്ള ആൾക്കാരെ ഉപദ്രവിക്കത്തില്ല. എൻ്റെ ഗ്യാങ്ങിനെതിരെ എന്തെങ്കിലും ഒരാൾ എന്തെങ്കിലും അടിയോ വഴക്കോ ഉണ്ടാക്കുന്നിടം വരെ ഞാൻ ആർക്കും എതിരെ ഉപദ്രവമായിട്ട് ഒന്നും ചെയ്യത്തില്ല. ഞാൻ അത്ര എത്തിക്സ് ഉള്ള ഒരാളാണ്. സൂപ്പർ ഏട്ടാ, സൂപ്പർ സൂപ്പർ. താങ്ക് യു സോ മച്ച്. ഏട്ടാ നിങ്ങളെ ഗ്യാങ് ഹൗസിൽ രാത്രി ഒരു മിനിങ്ങ വെളിച്ചെല്ലാം കാണാട്ടാ. ഞാൻ TDM പോയിട്ട് വരുമ്പോ അത് ഞാൻ ഉറങ്ങാതിരുന്ന് വർക്ക് ചെയ്യുന്നതാണ്. ജാനകി വിലാസ് ലോഡ്ജ് ആകുന്നുണ്ടായി. പോക്കത്തിനെ പറയരുതേട്ടാ. ആട്ടനല്ല ഞാൻ ഇടയ്ക്ക് കുറെ ആൾക്കാരെ കാണാനുണ്ട്. ദർശന പോയിട്ട് വാ. ചന്ദ്ര നീ എവിടെയായിരുന്നു? ഞാൻ ദേവനൊരു ഫുഡ് വാങ്ങിച്ചു കൊടുക്കാൻ പോകണം, നൂഡിൽസ് വാങ്ങിച്ചു കൊടുക്കാൻ പോകാം. നീ ഗ്യാങ് മീറ്റിംഗ് കാര്യം വല്ലതും അറിഞ്ഞായിരുന്നോ നീ ഇത്ര നേരമായിട്ട്? എടാ ചന്ദ്ര എനിക്ക് ഒറ്റയ്ക്ക് പറ്റൂല ആളിയാ, സീരിയസ് ആയിട്ട് ഞാൻ പറയുവാണേ. എനിക്ക് ഗ്യാങ്ങിന്റെ ആയിരുന്നു ഒറ്റയ്ക്ക് കിടന്ന് ഓടാൻ പറ്റൂല. ഇത്ര നേരം അറിഞ്ഞാ ഇല്ല അറിഞ്ഞില്ലല്ലേ? ഇല്ല, ഞാൻ മറ്റേ അവരോട് സംസാരിക്കുമായിരുന്നു. എന്തായാലും പറഞ്ഞ സോൾവ് ചെയ്തിട്ടുണ്ട്, എല്ലാം സോൾവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, നീ സേഫ് അല്ലേ? ഞാൻ സേഫാണ്. ഓക്കെ ശരി ശരി ശരി. എന്നെ അടിച്ചിറങ്ങി അടിച്ചിട്ടേ പോത്തുള്ളൂ. അതിപ്പോ സേഫ് സോൺ ആയാലും ഗ്യാങ്ങിന് ബാൻ കിട്ടിയാലും ഞാനും വരും. ഇല്ലണ്ണ വിഷയല്ല വിഷയല്ല. എന്നാ ഓക്കെ ശരി, അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ക്യാമിഡ്, എനിക്ക് നിങ്ങളെയൊക്കെ ഫേസ് ചെയ്യാൻ നാണോ? Bye bye.